അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏതാ? ഓപ്പറേറ്റിംഗ്. ഇതിന് പ്രത്യേകത ഇത് ഓപ്പറേറ്റിങ്ങും മാർജിനും കൂടെ മിക്സായി വരുന്ന ഒരു സങ്കര ഇനം എന്നൊക്കെ പറയില്ലേ, ആ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതാണ്? ഓപ്പറേറ്റിംഗ് കൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കാം. മാക്സ്വെൽ ഒരു ഹോസ്പിറ്റലാണ് റൺ എ ഡയബറ്റിക് കെയർ സെന്റർ ഇൻ എ ഹയർഡ് ബിൽഡിംഗ്. വാടകയ്ക്കെടുത്ത ബിൽഡിങ്ങിലാണ് പോകുന്നത്. DCC അതിന് ഷോർട്ടാക്കിയിട്ടുള്ളതാണ്. 50 ബെഡുണ്ട്, പിന്നെ 10 മോർ ബെഡ് ക്യാൻ ബി ആഡഡ്. 10 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തുനിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇവർക്ക് 50 ഉള്ളത്. ഈ ഫ്രിക്യൂർഡ് എമർജൻസി ആവുകയാണെങ്കിൽ 10 ബെഡും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഹോട്ടൽ റൂമിലൊക്കെ പോയുണ്ടാവില്ലേ, ഡബിളുണ്ടാവും, അതിൽ ഒരാൾക്ക് കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തെ 1-2 ബെഡൊക്കെ തരും, അറിയില്ല റിസോർട്ടുകളിലൊക്കെ. അതേപോലെ വിചാരിച്ചു റെന്റ് എത്ര വരുന്നത്? കാരണം ഈ ബിൽഡിങ് വാടക എടുത്തല്ലേ, അല്ലടാ. റെന്റ് 1,50,000 പെർ മന്ത് ആട്ടാ. പോയി ഇതല്ലേ ചാർജ് ചെയ്യാൻ. അപ്പോൾ ഒരു വർഷത്തേക്ക് ആൾറെഡി ആണെങ്കിൽ ഇൻഡിവിജ്വൽ അടിക്കണം. ഒരു വർഷത്തേക്ക് വേണമെന്നുള്ള നമുക്ക് നോക്കാം. അടിയിൽ കുറെ എക്സ്പെൻസ് നോക്ക പെരാനാ കണ്ടാ അതർ എക്സ്പെൻസ് ഫോർ ദ ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കെല്ലാം ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചില്ലേ? അപ്പൊ ഒരു വർഷത്തേക്ക് 1,50,000 ഇൻറ്റു എത്ര വരും? 12 റെന്റ്. എത്ര? 15 ലക്ഷം. റെന്റ് ഏതാണ്? ഫിക്സഡ് നാച്ചറാണ്. ഏതാ? ഫിക്സഡ് നാച്ചർ. സംശയമില്ലല്ലോ. ഫിക്സഡും പിന്നെ വാരിയബിളും വേറെ വേറെ കാണണം ഇവിടെ. ഓക്കെ ആണോ? ഇവിടെ എന്തായാലും കാണണം. കാരണം എന്താണെന്നറിയോ? ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടതെന്ന് വായിച്ചാൽ എല്ലാവരും റിക്വയർഡ് വായിക്കും. ആദ്യം എന്താ? പ്രോഫിറ്റ് ഫോർ ദ ഇയർ. പ്രോഫിറ്റ് കാണുമെന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടാൽ മതി? സെയിൽസിൽ നിന്ന് എന്ത് കുറയ്ക്കുക? കോസ്റ്റ് കുറച്ച് കാണാം, അപ്പോൾ പ്രോഫിറ്റ് കിട്ടും. പക്ഷെ അങ്ങനെ കോസ്റ്റ് കുറച്ച് കാണാൻ പറ്റില്ല. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ടാക്കണം. കാരണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ കോൺട്രിബ്യൂഷൻ പെർ പേഷ്യന്റ്. കോൺട്രിബ്യൂഷൻ പെർ പേഷ്യന്റ് കാണാനുള്ള ഇക്വേഷൻ അവിടെ തന്നെ ഉണ്ടായിക്കൂടെ? എന്താ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പേഷ്യന്റ്. പേഷ്യന്റ് എങ്ങനെ കാണാം? എത്ര ഡേയ്സ് ഇൻറ്റു എത്ര പേഷ്യന്റ്. പേഷ്യന്റ് എങ്ങനെ കാണാൻ? പേഷ്യന്റ് എങ്ങനെ കാണാം? ബെഡ് അനുസരിച്ച്. ഏതാ? ബെഡ് അനുസരിച്ച്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ഫോം എങ്ങനെയാണോ? സെയിൽസ് മൈനസ് ഏതാണ്? വാരിയബിൾ കോസ്റ്റ്. അതൊക്കെ കിട്ടും. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ആദ്യം ഏതാ ചെയ്യുന്നത്? പിന്നെ അടുത്തതിൽ കോൺട്രിബ്യൂഷൻ പെർ പേഷ്യന്റ് കാണാൻ കോൺട്രിബ്യൂഷൻ എവിടുന്ന് കിട്ടും? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടും. പേഷ്യന്റേക്ക് ഒരു വർക്കിംഗ് നോട്ട് സെറ്റ് ചെയ്യണം. മൂന്നാമത്തെ ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാനാണ്. ഇക്വേഷൻ്റെ ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ല, പെർ പേഷ്യന്റ്. ഓക്കെ അല്ലേ? മോള് കണ്ടെത്തിയിരുന്നു. കോൺട്രിബ്യൂഷൻ പെർ ഏതാണ്? പേഷ്യന്റ്. ഓക്കെ അല്ലേ? മറ്റേ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് പറയുന്ന പോലെ ഇവിടുത്തെ യൂണിറ്റ് ആണ് ഇത് പേഷ്യന്റ്. ഇപ്പോ TV വിൽക്കുന്ന പോലെ പറയാൻ പറ്റുമോ? TV നമ്പർ എന്ന് പറയാം. ഹോസ്പിറ്റലിൽ എങ്ങനെ പറയാം? ഒരു ദിവസം ഒരു പേഷ്യന്റ്, അങ്ങനെയല്ലേ കണക്ക്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്യാം. പെട്ടെന്നാവട്ടെ. ഐ തിങ്ക് നമുക്കിത് ഒരുമിച്ച് അങ്ങ് ചെയ്യാം. ഓക്കെ, ഞാനും ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയം എടുക്കും, നമ്മൾ പെട്ടെന്ന് ചെയ്യാം. നമ്പർ 1 പെട്ടെന്ന് ഒരുമിച്ച് ചെയ്തോട്ടെ, സ്പീഡ് ആയിക്കോട്ടെ. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്. എങ്ങനെ നമ്മുടെ ഫോർമാറ്റ്? സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ. സെയിൽസ് എന്നുള്ളൊരു വാക്കോടെ ഉപയോഗിക്കണ്ടല്ലോ, റവന്യൂ മതി. ഹോസ്പിറ്റലിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള റവന്യൂ അല്ലേ? റവന്യൂ മൈനസ് ഏത് കുറയ്ക്കണം മക്കളെ? വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് എത്ര ഉണ്ടെന്ന് അറിയില്ല, ഒരു 5-8 വരി ഇടാം, കൂടിയാലും കുറയണ്ട. അപ്പോൾ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. മൈനസ് ഏതാണ്? ഫിക്സഡ് കോസ്റ്റ്. ഇപ്പോൾ ലൈവ് വിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. സിമ്പിൾ അല്ല? അതിലൂടെ
റവന്യൂ നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്യണം. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. റവന്യൂ ഒന്ന് കണ്ടെത്തി തരുമോ? റവന്യൂ എവിടെ ഉള്ളത്? The hospital recover an average 1500 per day from each patient. അപ്പോൾ ഇങ്ങനെ കാണാൻ നമുക്ക് 1500 ഇൻറ്റു ഏതടിക്കണം? പേഷ്യൻ്റ് ഡേയ്സ് കാണാം. എന്ത് കാണാം? പേഷ്യൻ്റ് ഡേയ്സ് കാണാം. ഓക്കെ അല്ലേ? എടാ ഡേയ്സ് വെച്ചിട്ട് പറ്റുമോ? ഒരു ദിവസം എന്നാണ് ഉദ്ദേശിച്ചത്. എൻ്റെ പേഷ്യൻ്റ് ഡേ പറഞ്ഞാൽ ഇപ്പം ഇന്ന് ഒരു ദിവസമാണ്. പേഷ്യൻ്റ് ഡേ ഒന്നാണെന്നുണ്ടാ. ഇന്ന് 10 പേര് വന്നാലും പേഷ്യൻ്റ് ഡേ എത്രയാണ്? 10. 1 10 ദിവസത്തെ പേഷ്യൻ്റ് ഡേ കാണുമ്പോൾ 10 ദിവസം 10 പേര് വന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര? 100. അപ്പോൾ ഇതിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം എന്ത് കാണുമെന്ന് മനസ്സിലായി? പേഷ്യൻ്റ് ഡേ കാണുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് വർക്കിനോട്ടുണ്ടോ? പേഷ്യൻ്റ് ഡേ പിന്നെ നമുക്ക് അടിയിൽ ആവശ്യമുണ്ട്. ഇപ്പം തന്നെ അത് കാണാം. പേഷ്യൻ്റ് ഡേ വർക്കിനോട്ട് നമ്പർ 1. പേഷ്യൻ്റ് ഡേ കമ്പ്യൂട്ടേഷൻ ഓഫ് പേഷ്യൻ്റ് ഡേ കാണാൻ എത്രയാണ് നമ്മുടെ സ്വന്തം ബെഡ്? 50 ബെഡ് 10 ബെഡ് ആഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇവിടെ ഉണ്ട് അടിയിൽ 150 ഡേയ്സ് ഇൻ എ ഇയർ. ഒരു വർഷം എത്ര ഉണ്ട്? 150 ദിവസമുണ്ട്. 50 ബെഡ് ആർ ഓക്യുപ്പൈഡ് ആൻഡ് 40 ബെഡ് ആർ ഓക്യുപ്പൈഡ് ഫോർ ഏതാണ്? 80 ഡേയ്സ്. കിട്ടിയില്ല? 150 ദിവസം 50 ബെഡ് ഉണ്ടാവും. പിന്നെ 40 അല്ല 80 ദിവസം എത്ര ഉണ്ടാവും? 50 ബെഡ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പം അത് അങ്ങനെ എഴുതാം. ഫസ്റ്റ് ഏതാ? 50 ബെഡ് ഇൻറ്റു 150 എത്ര വരും? പറയും. 7500. രണ്ടാമത് എത്ര ബെഡാണ്? 40 ബെഡ് അല്ലേ? എത്ര ദിവസം? 80. നമ്മുടെ ഓക്യുപ്പൻസി പറയണം. നമ്മുടെ അടുത്ത് 50 ബെഡ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആളുകൾ വേണ്ടേ ഫില്ലാവുന്ന. എത്ര എമൗണ്ട് വരും? 3200 കഴിഞ്ഞു. ഇനി എക്സ്ട്രാ ബെഡ് ആഡ് ചെയ്യുന്നുണ്ടോ? The hospital hired 750 ബെഡ് at a charge. 750 ബെഡ് എക്സ്ട്രാ എന്ത് ചെയ്യുന്നുണ്ട് അവർ? ചാർജ്. അത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയാണ്. ബെഡ് അല്ല, എന്താണ്? ബെഡാണ്. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ അതിൽ തന്നെ പോകും കയ്യിൽ. ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾ ബെഡ് ഇൻറ്റു ഡേയ്സ് മൾട്ടിപ്ലൈ ചെയ്താണ് എന്ത്? ബെഡ്. അത് ഓൾറെഡി ബെഡേ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പം മൂന്നാമത്തേതാണ് എക്സ്ട്രാ എഴുതുക. എന്നിട്ട് എത്ര എഴുതിയാൽ മതി? 750 ഡയറക്റ്റ് ഇവിടെ അങ്ങോട്ട് എഴുതിയാൽ ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടും എന്ന് പറയാം. 11,450. അപ്പം ഈ ഒരു വർഷം 11,450 എന്തുണ്ടാവും? പേഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഒരാളിൽ നമ്മൾ എത്ര രൂപ കളക്ട് ചെയ്യാം? അപ്പം എത്ര രൂപ നമ്മുടെ ടോട്ടൽ റവന്യൂ വരാം? 1,71,70,75,000. ഫോളോ ചെയ്യുന്നില്ലേ? ഓക്കെ. നമുക്കിനി കോസ്റ്റുകൾ നോക്കാം. ഈ വാരിയബിൾ ഫിക്സ്ഡ് അങ്ങനെ വേറെ നോക്കണ്ട. നമുക്ക് കോസ്റ്റ് ഓരോന്നും എടുത്തിട്ട് അപ്പം എഴുതി പോകാം. ഫസ്റ്റ് ഏതാ? റെൻ്റാ പറയുന്നത് അല്ലേ? 1,50,000. നമുക്കറിയാം ഏതാണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. കൊണ്ടുപോയിട്ട് എഴുതാം. ഫിക്സഡ് കോസ്റ്റിൻ്റെ നമ്പർ 1 റെൻ്റ്. 1,50,000 ഇൻറ്റു 12 എത്ര വരും? 18 ലക്ഷം. ഓക്കെ. അടുത്ത് സൂപ്പർവൈസർ 2 പേരുണ്ട്. സൂപ്പർവൈസർ, നേഴ്സ്, പിന്നെ ആരാണ്? വാർഡൻ. ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം ഏതായിരിക്കും? ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും. സംശയമില്ല. സൂപ്പർവൈസർ എത്ര പേരുണ്ട്? ഫിക്സ്ഡ് കോസ്റ്റിലെ രണ്ടാമത്തെ സാധനം സൂപ്പർവൈസർ. എത്ര പേരാ?
ഒരാൾക്ക് എത്ര രൂപ വെച്ച് 50,000. അത് പെർ മന്താണ്. അപ്പം ഇൻറ്റു 12 അടിക്കണം. എത്ര വരും? 12 ലക്ഷം. അടുത്ത ആളാരാ? നേഴ്സ്. എത്ര നേഴ്സ് ഉണ്ട്? 4 പേര്. 30,000 റുപ്യ വെച്ചിട്ടാണ് ഒരു മാസം കൊടുക്കുന്നത്. ഇൻറ്റു 12 എത്ര വരും? 14,40,000. ഓക്കെ. അടുത്തേതാ? വാർഡ് ബോയ് ഉണ്ടല്ലേ, 4ാമത്തെ. വാർഡ് ബോയിലെ എത്ര പേരുണ്ട്? 4 പേരാണ്. ശമ്പളം 6,000 ഉള്ളൂ. പെർ മന്താണ്. ഇൻറ്റു 12 എത്ര വരും? 2,00,000. അടുത്തേതാ? ഡോക്ടർ ഉണ്ടല്ലേ. ഡോക്ടറെ പൈസ എങ്ങനെ കൊടുക്കുന്നത് നല്ല ശ്രദ്ധിച്ച് പറയണം കേട്ടോ. ഫീസാണ് ഡോക്ടർക്ക് 2,50,000 പെർ മന്ത്. ഓൺലി ഫീസ് ഓഫ് 100 നമ്പർ ഓഫ് പേഷ്യൻ്റ് അറ്റൻഡ് ആണ്. അറ്റ് ദ ടൈം സ്പെൻഡ് ആൻഡ് ടൈം സ്പെൻഡ് ബൈ ഇത്. അപ്പോൾ ഇത് ഫിക്സഡ് ആണോ വാരിയബിൾ ആണോ? വാരിയബിൾ. ഓക്കെ അല്ലേ? പക്ഷേ അപ്പോൾ ഒരു എമൗണ്ട് ഈ എമൗണ്ട് പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്തതിനെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നാണ്. ഇപ്പോൾ നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട, അടുത്ത് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. മനസ്സിലായ? ദിസ് ഈസ് വാരിയബിൾ കോസ്റ്റ്. 2,50,000 പെർ മന്താണ്. അപ്പോൾ വാരിയബിൾ കോസ്റ്റിലെ 1ാമത്തെ ഐറ്റം ഡോക്ടർ ഫീസ് അല്ലേ, അല്ലെങ്കിൽ ഫീസ് ഓഫ് ആരുടെ? ഡോക്ടർ. എത്ര എമൗണ്ട് വരെ? 2,50,000 ഇൻറ്റു 12 എത്രയാണ്? 30 ലക്ഷം. 30 lakh. അടുത്ത അതർ എക്സ്പെൻസ്. റിപ്പയർ ഒന്നും പറയാനില്ല, ഫിക്സഡ് ആണ്. റിപ്പയർ എത്ര? റിപ്പയർ 90,000. റിപ്പയർ കഴിഞ്ഞടുത്താണ് ഫിക്സഡ് കോസ്റ്റ്. ഫുഡ് ടു പേഷ്യൻ്റ് വാരിയബിൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും പറയില്ല. 8,00,000 എത്ര? 80,000. വാരിയബിളിൽ 2ാമത്തെ ഫുഡ് ടു പേഷ്യൻ്റ് 8,80,000. അടുത്തത് അതർ സർവീസ്. അതൊക്കെ വാരിയബിൾ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം തന്നിട്ടുണ്ട്. ലോണ്ടറി ചാർജ്, മെഡിസിന്, ഇത്രയും 3 ഐറ്റം ഉണ്ട്. കണ്ടുള്ള അതർ സർവീസ് 3 ലക്ഷം. ലോണ്ടറി ചാർജ് എത്രയാ? 6 ലക്ഷം. മെഡിസിൻ എത്ര? 7,50,000. ഇനി അതർ ഫിക്സഡ് എക്സ്പെൻസ് 15 ലക്ഷം. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് അലോക്കേറ്റഡ് എത്രയാണ്? 12 lakh. ഫിക്സഡ് എക്സ്പെൻസ് അല്ലേ? ഒന്നും പറയാം. അഡ്മിനിസ്ട്രേഷനൊക്കെ എങ്ങനെ? വാരിയബിൾ. ഫിക്സഡ് 15 പിന്നെ എത്ര? 12. ഫിക്സഡിൽ അതർ ഫിക്സഡ് കോസ്റ്റ് 15 ലക്ഷം. അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ്. ഞാൻ അടിയിലുള്ളതൊന്ന് വായിച്ചു നോക്കുന്നത് ചെയ്താൽ മതി. തിരക്കോട്ടെ. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 150 ഡേയിൽ അത് കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി കവർ ചെയ്താണ്. ഇനി ഹയർ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ. ഈ എക്സ്ട്രാ ബെഡ് മേടിക്കുന്നില്ലേ, അതിനൊരു ബെഡിന് എത്ര രൂപ വെച്ച് കൊടുക്കണം? 100. അപ്പോൾ ഫിക്സഡ് ആണ് വാരിയബിളാണ്? വാരിയബിൾ. അപ്പോൾ വാരിയബിൾ ഒരു ഐറ്റം കൂടെ ഉണ്ട്. എക്സ്ട്രാ ബെഡ് കോസ്റ്റ് 7ാമത്തെ. എക്സ്ട്രാ ബെഡ് കോസ്റ്റ് 7,500 അല്ല 750 ഇൻറ്റു എത്ര? 100. 7,70,000. സോറി. അപ്പോൾ പിന്നെന്താ? However, this does not exceed more than 10 extra bed over and above the normal capacity of 50 bed on one day. Normal capacity 50 bed on any day. So, ഒന്നല്ല, ഈ 750 മൊത്തം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ദിവസം എത്ര നമുക്ക് കപ്പാസിറ്റി പറ്റുള്ളൂ?
നമുക്ക് എത്ര കപ്പാസിറ്റി ഉള്ളത്? 50. എത്ര എക്സ്ട്രാ ബെഡ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ആഡ് ചെയ്യാൻ പറ്റുന്നതാ പറഞ്ഞത്. നമ്മൾ എത്ര ആഡ് ചെയ്തു? 750. ഈ 750 എങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടാവും? ഒരു ദിവസം 15 ബെഡ് വരുമോ? ഇല്ല. കാരണം നമ്മുടെ അടുത്ത് ഒരു ദിവസം എത്ര എക്സ്ട്രാ പറ്റുള്ളൂ? 10 പറ്റുള്ളൂ. മനസ്സിലായ മക്കളെ? അപ്പോൾ 300 ദിവസം ഉണ്ടെങ്കിൽ 750 ഡിവൈഡഡ് ബൈ 300. ശരി, എത്ര വരും? 2. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ദിവസം 10-ന് താഴെ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 100 ഡേയ്സ് എത്രയാണ്? 10 വെച്ചിട്ട് ചെയ്യാതെ തന്നെ എത്രയായി? 1000 ആയില്ലേ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായ? ഈ 750 ബെഡ് നമ്മൾ എടുത്തത് ഒരു ദിവസമാണോ? അല്ല. ഒരു ദിവസം 50 ബെഡ് എടുക്കോ? ഇല്ല. ഒരു ദിവസം 10 ബെഡിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്ട്രാ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 10-ന് താഴെ ഓരോ ദിവസവും അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് 750 വന്നുള്ളതാണ്. നത്തിങ് ഗ്രേറ്റ്. ഹോസ്പിറ്റൽ റിക്കവർ. ഓക്കെ, അപ്പം എല്ലാം കഴിഞ്ഞു. നമുക്കെന്തൊരു പണിയാണ്? കോൺട്രിബ്യൂഷൻ ആണ്. കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പറയും. 1,15,70,000. ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. കഴിഞ്ഞു. ബാക്കിയൊക്കെ 40,00,000. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാം. നമ്പർ 2 എന്താ കാണാൻ പറഞ്ഞത്? കോൺട്രിബ്യൂഷൻ പെർ ഏതാണ്? പേഷ്യൻ്റ് ഡേ. കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ പറയാം? ഇസ് ഈക്വൽ ടു ടോട്ടൽ എന്തെടുക്കാം? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏതെടുത്താൽ മതി? പേഷ്യൻ്റ് ഡേ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്താ? 1,15,70,000 ഡിവൈഡഡ് ബൈ പേഷ്യൻ്റ് ഡേ 11,450. അപ്പം എത്ര വരും? 1010. അത്രേ ഉള്ളൂ. ഇനി വേറെ ഒന്നുമില്ല. അപ്പോൾ ആ കാര്യം പിന്നെ പറയാം. 1010.48. അടുത്ത മൂന്നാമത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ബ്രേക്ക് ഇവൻ പോയിന്റ്. കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ല, പെർ ഏതാണ്? പേഷ്യൻ്റ് ഡേ. ഓക്കെ അല്ലേ? ഫിക്സഡ് കോസ്റ്റ് എത്ര വരും? ഒക്കെ കൂടെ ആഡ് ചെയ്യണം അല്ലേ? ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ ട്രിക്ക് ഉണ്ട്. എന്താ? പ്രോഫിറ്റിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? കോൺട്രിബ്യൂഷൻ കുറച്ചാൽ മതി. 75,18,000. അങ്ങനെയാണോ? ഡിവൈഡഡ് ബൈ പേഷ്യൻ്റ് എത്രയുള്ളത്? കോൺട്രിബ്യൂഷൻ പെർ പേഷ്യൻ്റ് 10.48. $7,440 പുളി. എന്താ 7,440 എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും പേഷ്യൻ്റ് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റും. ബ്രേക്ക് വേണം. ഓക്കെ, നമുക്കിപ്പോൾ എത്ര പേഷ്യൻ്റ് വരുന്നുണ്ട്? 11,450 അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മുടെ പേഷ്യൻ്റ് ഇപ്പം നിലവിൽ 11,450 അല്ലേ? എത്ര പേര് വന്നാൽ നമുക്ക് ബ്രേക്ക് ഇവൺ ആവും? 7,440. ഓക്കെ, കഴിഞ്ഞല്ലേ? ഇനി 4 ഏതാണ്? ബി നോക്കാം. പറയട്ടെ, 4B എന്താണ്? സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എഴുതുന്നുണ്ട് എന്താ? സെയിം ആസ് ജൂൺ 2024 4B, പിന്നെ ഡിസംബർ 2024 4B ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇനി കാണാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, പ്ലേലിസ്റ്റിൽ എന്തുണ്ടാവും, ഈ വീഡിയോ ഉണ്ടാവും. ഈ ഇയറിൽ പോയിട്ട് നോക്കിയാൽ മതി, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മിക്കവാറും പാർട്ട് ഏതായിരിക്കും, 4 ആയിരിക്കും ആ വർഷത്തെ. ആൻസർ ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ ആൻസർ ഫ്രീ വേണ്ടി വയ്ക്കാം. സെയിം സാധനം തന്നെ ഓർക്കുണ്ടാവല്ലേ, ഈ നമ്പർ തന്നെ കേട്ടാ, 10,49,000 അല്ലേ കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് പ്രോസസ്സും കൂടെ നോക്കാം. 5A പിന്നെ 5Bയും കൂടെ പെട്ടെന്ന് നോക്കി പോവാം. ശ്രദ്ധിക്കും, നോക്കൂ എത്ര പ്രോസസ് ഉണ്ട് ഇവിടെ. ഹലോ പ്ലീസ്, 3. ഏതൊക്കെയാണ്? XYZ. എക്സിന്റെ ഇൻപുട്ട് എത്ര? പെട്ടെന്ന് പറയും. 1000 യൂണിറ്റ്. എത്ര രൂപയാണ് ഒരു യൂണിറ്റിന്? 30. അപ്പൊ ഫസ്റ്റത്തെ മെറ്റീരിയൽ എത്ര വരിക നമുക്ക്? പ്രോസസ് എക്സ് അക്കൗണ്ടിൽ 1000 × 30 എത്ര വരും? 30,000. സിമ്പിൾ ആണ്. അടുത്തതാണ് റോ മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ 26,000 പിന്നെ 20,000 ഡെബിറ്റ് ചെയ്യണം അല്ലെ. 26,000 അതർ മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് എത്ര? 20,000. ദെൻ അടുത്ത പറയുന്നത് ഓവർ ഹെഡ് 90,000 ഉണ്ടെന്ന് പറയും. അതെങ്ങനെ റിക്കവർ ചെയ്യാന്ന് പറഞ്ഞു? ഡയറക്റ്റ് വേജസിന്റെ 100%. അപ്പൊ ഡയറക്റ്റ് വേജസ് 20,000 അല്ലേ, അതിന്റെ 100% എത്ര തന്നെ വരും? 20,000. സിമ്പിൾ ക്വസ്റ്റ്യൻ, ലെഫ്റ്റ് ആണ് നോക്കിയിട്ട്. ദെൻ നോർമൽ ലോസിന്റെ ശതമാനം എത്രയാണ്? 5%. എത്ര കാണാം? 1000ന്റെ ശതമാനം എത്ര വരും? 50 വരും. അതിന്റെ സെയിൽ ഓഫ് സ്ക്രാപ്പ് എത്ര പറഞ്ഞിട്ടുണ്ട്? 20 അല്ലേ. അപ്പൊ 50 × 20 എത്ര വരും? 2000. ചായ. ഇതിനടുത്ത് പറയുന്നത് ഇത് എത്ര ഔട്ട്പുട്ട് കൂട്ടുമെന്നുള്ളത്? 950. ഒന്നും പറയില്ല, നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ അബ്നോർമൽ ലോസോ ഒന്നുമില്ല. 1000 അവിടെ ഇൻപുട്ട് ഇട്ട് 50 നോർമൽ ലോസ് പോയി ഔട്ട്പുട്ട് 950 വന്നു. ജസ്റ്റ് 96,000 നിന്നും 1000 ലെസ് ചെയ്താൽ എത്ര കിട്ടും? 95,000 കിട്ടും. നത്തിങ് വെരി ബേസിക്സ് ആണ്. ഓക്കെ അല്ലേ. ദെൻ അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്തതാണ് പ്രോസസ് വൈ അല്ലേ. അപ്പോൾ പ്രോസസ് എക്സിന്റെ ഈ ഔട്ട്പുട്ട് ഇല്ലേ 950 95,000 എവിടെ ഒരു ബിക്കം ഇൻപുട്ട് ഓഫ് പ്രോസസ് വൈ. പിന്നെ ഇവിടെ ഏതൊക്കെ എക്സ്പെൻസ് വരുന്നത്? 19,800 30,000 പിന്നെ 30,000ന്റെ 100% ഏതാണ്? ഓവർ ഹെഡ്. ശരിയല്ലേ. 19,900 പിന്നെ 30,000 100% ഓവർ ഹെഡ്. നത്തിങ്. ഇവിടുത്തെ നോർമൽ ലോസിന്റെ ശതമാനം എത്രയാണ്? 10% വരും. അപ്പോൾ 950 10% എത്ര വരും? 95. ഇത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 40 രൂപയ്ക്ക്. അപ്പോൾ 95 × 40 അടിച്ചു നോക്ക്, 3,800. കറക്റ്റ് അല്ലേ. പിന്നെ ഔട്ട്പുട്ട് എത്ര വരുന്നുണ്ട്? 840. അപ്പൊ ഇങ്ങനെ കാൽക്കുലേറ്റ് 950 ഇൻപുട്ട് ഇട്ട് 95 പോയി, ഔട്ട്പുട്ട് 850 ആണ്. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ 950 ഇവിടെ വരും, 950 ഇവിടെ വരും. എത്ര കുറവുണ്ട് ബാലൻസ് ഫിഗർ ആയിട്ട്? 15 കുറവുണ്ട്. അത് നമ്മുടെ ഇതാണ് അബ്നോർമൽ വേസ്റ്റേജ്. അബ്നോർമൽ ലോസ് അത്ര നത്തിങ് ഗ്രേറ്റ്. ഇതാണ് ബാലൻസ് ഫിഗർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ 15 കിട്ടുക. ഓക്കെ അല്ലേ. യെസ്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ അവസ്ഥ എന്താ? നമുക്ക് ഇതൊന്നുമില്ല. ഏത്? ഇതൊന്നും അറിയില്ല അല്ലേ. അല്ലടാ, ഇതൊന്നും അറിയില്ല. ഇങ്ങനെയല്ല പറയുന്നത്. എങ്ങനെ കണ്ടെത്താം? നമ്മൾ ആസ് യൂഷ്വൽ സാധനം പിടക്കാം. ഏതാ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്? 840 കാണാം അല്ലേ. 840 കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ എത്ര? 1,74,800 മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് 3,800 ഡിവൈഡഡ് ബൈ ഇൻപുട്ട് 950 മൈനസ് നോർമൽ ലോസ് യൂണിറ്റ് 95 ഇൻറ്റു എത്രയാണ്? 840 ചെയ്തു. ഒരു 1,68,000. ഓക്കെ അല്ലേ. ഈ 1,68,000 കിട്ടിയാൽ മറ്റത് പിന്നെ എന്തായിട്ട് എടുത്താൽ മതി? ബാലൻസ് ഫിഗറായിട്ട് എടുത്ത് അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഇക്വേഷനൊക്കെ എഴുതിയിട്ട് പോയാലും സേഫ് ആവും. കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയുന്നത് കിട്ടിയിട്ട് എന്ത് ചെയ്യരുത്? അതിൻ്റെ മോഡൽ ചെയ്ത് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ആൻസറും കൂടെ മാച്ച് ചെയ്യാം. അപ്പം എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് കണ്ടെത്തിയിട്ട് തിരുത്താൻ പറ്റും. ഓക്കെ അല്ലേ. കിട്ടാത്ത സാധനം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇപ്പോൾ എക്സാം വേണ്ടി 20 മിനിറ്റ് ഉണ്ട്. ഒരു ഐഡിയ ഇല്ലാത്തൊരു സാധനം എടുത്തിട്ട് വെറുതെ ഇരുന്നിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ബികോമിനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ടീച്ചർമാരെ പറ്റിക്കുക, അല്ലെങ്കിൽ കുട്ടി ട്രൈ ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്തതിന് എന്ത് ചെയ്യും? ചിലപ്പോൾ 2 മാർക്ക് തരും. ഇവിടെ ട്രൈ ചെയ്ത് ഒരു മാർക്കും തരില്ല, വെറുതെ. ഓക്കെ അല്ലേ. ഞാനിപ്പോൾ കുറേ പേരെ ഇങ്ങനെ കാണുന്നതിൻ്റെ ബേസ് ചെയ്തിട്ട് പറയണം. ഈ ആൻസർ ഷീറ്റ് ഇതുപോലെ ഒരുപാട് കുട്ടികളെ കണ്ടിട്ട് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. നടക്കില്ല, വെറുതെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 20 മിനിറ്റിൽ എന്ത് ചെയ്യണം? പേപ്പറൊക്കെ മടക്കി കൊടുത്തിട്ട് വരണോ? വേണ്ടത് അല്ല. എന്ത് ചെയ്യണം? കാൽക്കുലേറ്റർ എടുക്കുക, ക്വസ്റ്റ്യൻ ആൻസറും വീണ്ടും എന്ത് ചെയ്യുക? അങ്ങനെ ആഡ് ചെയ്ത് നോക്കുക, റിലാക്സ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്താൻ പറ്റും.
ഓരോ തെറ്റുകൾ. ഏത് മിസ്റ്റേക്ക്? കമ്പ്യൂട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്ത മിസ്റ്റേക്കുകൾ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കണം. പ്രോസസ് സെഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എത്ര വരുന്നത്? 840,60,000 അല്ലേ? പിന്നെ അതിൻ്റെ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ഒക്കെ കിട്ടി. പിന്നെ അത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വരുമ്പോൾ എന്താ പറയുക? അബ്നോർമൽ ലോസ് ആയിരിക്കും വരിക. അങ്ങനെ നോർമൽ ലോസിൻ്റെ പേഴ്സൻറ്റേജ് എത്ര വരുന്നത്? 840 എത്ര ശതമാനം? നോക്കി പറയണ ചെങ്ങന്മാർ അവിടെ അല്ലേ? നിങ്ങൾ പറയാത്താരാണ് ഞാൻ ബാക്കിലേക്ക് ഇങ്ങനെ പോകേണ്ടി വരും. എത്ര ശതമാനം? 15%. എത്ര രൂപയ്ക്ക് വെക്കുന്നത്? 50. അപ്പോൾ പറയും 840 15% 126 126 എത്രയാണ്? ഓക്കെ, അപ്പോൾ എത്ര വരും? 6,300. ഇത് ബാലൻസ് ചെയ്താൽ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് പോകുന്ന ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 750. 750 ജസ്റ്റ് എഴുതി വെക്കാം. നേരെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ അബ്നോർമൽ എന്ത് വരും? ഗെയിം വരും. അബ്നോർമൽ ഗെയിം വരുമ്പോൾ ഈ എമൗണ്ട് നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ കോസ്റ്റ് കാണാം? ഇതല്ലാത്ത ബാക്കി കോസ്റ്റ് ഒക്കെ അങ്ങോട്ട് ആഡ് ചെയ്യാം. പറയും എത്ര വരും? നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അബ്നോർമൽ ഗെയിൻ്റെ എമൗണ്ട് ആണെങ്കിൽ പറയും ഇതൊക്കെ കൂടെ ആഡ് ചെയ്ത് പറയും. 1,62,000 പ്ലസ് 29,620 പ്ലസ് 40,000 പ്ലസ് 40,000 2,70,620 മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് 6,300 ഡിവൈഡഡ് ബൈ ഇൻപുട്ട് 840 മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് സെയിൽ ഓഫ് നോർമൽ ലോസ് 126 ഇൻറ്റു 36 13,680. അപ്പോൾ ഈ 13,680 ഇവിടെ എഴുതും. അപ്പോൾ ടോട്ടൽ ഇവിടെ കിട്ടും. ഈ ടോട്ടൽ ഇവിടെ എഴുതിയിട്ട് പിന്നെ ഇത് ബാലൻസ് ഫിഗർ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ അല്ലേ? പറ്റുമെങ്കിൽ ഇതിലും വേറെ എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്യാം. എന്താ മാറ്റം വരിക? ഈ 636 ഉള്ളത് ഇവിടെ എത്ര ആവും? 750 ആയിട്ട് പുതിയൊരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാം. സിമ്പിൾ. 5B വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കാം. ഏതാണ്? മിക്സ് ആണ്. ഏതാണ്? മെറ്റീരിയൽ വാരിയൻസ് മിക്സ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് 6 ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് ഏതൊക്കെ മെറ്റീരിയൽ വേണം പറയും? XY Z. എത്ര കിലോഗ്രാമാണ് പറയുന്നത്? സ്റ്റാൻഡേർഡ് മിക്സ് 3, 4, 5. അപ്പോൾ 3:4:5 സ്റ്റാൻഡേർഡ് മിക്സ്. പിന്നെ 100 പെർ കിലോഗ്രാം, 100 പെർ കിലോഗ്രാം, 400 പെർ കിലോഗ്രാം. ഓക്കെ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോളൂ. 1 യൂണിറ്റിനാണ് ഇത്. എത്ര യൂണിറ്റിനാണ്? 1 യൂണിറ്റ്. നമ്മൾ എത്ര യൂണിറ്റ് ആടിയാണ് ഉണ്ടാക്കുന്നത്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എത്ര യൂണിറ്റ് ഉണ്ടാക്കുന്നത്? 10 യൂണിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 3, 4, 5 ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ഏതാണ്? ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് ഇവിടെ 1 അല്ല 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 3 × 10, 4 × 10, 5 × 10 എഴുതിയാലാണ് ഇത് കിട്ടുക. എഴുതില്ലേ? കുഴപ്പമില്ല. നമുക്ക് ഇവിടെ തന്നെ എഴുതാം. നമ്പർ ഏതാ? 1. പറയൂ. നമ്പർ 1 സ്റ്റെപ്പ് 1 അല്ലേ? സ്റ്റെപ്പ് 1 എന്താ? കമ്പ്യൂട്ടേഷൻ ടൈപ്പ്. വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്തു പോവാം. കമ്പ്യൂട്ടേഷൻ ടൈപ്പ് നമ്പർ 1 ഉണ്ട്. എന്താ നമ്പർ 1? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ലേ? പറയും. ഇത് ഫില്ല് ചെയ്യാം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പറയും എത്രയാ? 3 × 30 അല്ലേ? ഏതൊക്കെയുള്ളത്? എക്സ് ഉണ്ട്, പിന്നെ ഏതുണ്ട്? വൈ ഉണ്ട്, പിന്നെ ഏതുണ്ട്? സെഡ് ഉണ്ട്. എക്സിൻ്റെ എങ്ങനെയാണ്? 3 × 10 ആണ്. അപ്പോൾ എത്ര വരും? 30 × 300. ഓക്കെ അല്ലേ? എത്ര വരും? 9,000. അടുത്ത ഏതാണ്? 40 × 500. എത്ര വരും? ഞാൻ പറയും 20,000. ഓക്കെ. അടുത്ത നിങ്ങൾ പിന്നെ ചെയ്താലും മതി. കുറച്ച് പേര് തന്നെ ഏൽപ്പിക്കുക. അടുത്തേതാ? 50 × എത്രയാണ്? 400. എത്ര വരും? 20,000. ടോട്ടൽ ഇതാണ് 49,000. സിമ്പിൾ. ഓക്കെ. നമ്പർ 2 ഏതായിരുന്നു? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ട് കണ്ടില്ലേ? 32 കണ്ടില്ലേ? എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എത്രയാണ്? 32 × 350. എത്ര വരും? ഞാൻ പറയും 11,200. അടുത്തത് 47.5 × 550. എത്ര വരും? 26,125. അടുത്തത് പറയുന്നത് 43.5 × 360. എത്ര വരും? വേഗം ടോട്ടൽ ചെയ്ത് പറയും. 59,985. ഫ്രണ്ട്സിനൊക്കെ ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ല. അടുത്ത നമ്പർ ഏതാണ്? 3 ഏതാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ്. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര ഉള്ളത്? 32 × 47.5 × 43.5 × സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? 300, 500 അല്ലേ? തെറ്റിയാ? എൻ്റെ തെറ്റിയാ? അങ്ങോട്ട് തെറ്റിയാ? ഇത് ശരിയല്ലേ? 32 × 300 എന്തൊക്കെ പിച്ചുമ്പോൾ വേണ്ട ശരി. 9,600.
അടുത്ത് 47.5 ഇൻറ്റു 500 23,750. അടുത്ത് 43.5 ഇൻറ്റു 400. ടോട്ടൽ വേണം, ടോട്ടൽ 17,400. ഓക്കെ, ഞാൻ പറയ് 50,750. 4 അല്ലേ, 4 ഏതാ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ട് നമ്പർ ഏത് അടിക്കണം? 1 അടിക്കണം. എന്താണ് റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ ആക്ച്വൽ ക്വാണ്ടിറ്റീന് ഏതാണ്? സ്റ്റാൻഡേർഡ് മിക്സ്. ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ ഇതിൽ നിന്ന് എടുക്കാം അല്ലേ? ഇതൊക്കെ കൊണ്ട് ടോട്ടൽ ചെയ്ത് എത്ര വരും? ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ 123 അല്ലേ? ഉറപ്പല്ലേ? ആ 123-നെ ഏത് മിക്സിലെടുക്കണം? എക്സും വൈയും സെഡിലും. എക്സ് വൈ സെഡിന് ഏത് മിക്സ് ആയിരുന്നു? സ്റ്റാൻഡേർഡ് മിക്സ് 3:4:3:4:5 എടുത്താൽ എത്ര വരും? മൊത്തം എത്ര ഭാഗമുണ്ട്? 30. 12 എത്ര വരും? 30.75. പിന്നെ 41 51.25. മുകളിൽ ചാമ്പ 30.75 41 51.25 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസാണ് 300 500 400. 30.75 ഇൻറ്റു 300. ഓക്കെ, 41 ഇൻറ്റു 500 20,500. 51.25 ഇൻറ്റു 400 20,500. ആകെ മൊത്തം ടോട്ടൽ 50,225. ഒന്നും നോക്കണ്ട, സ്റ്റെപ്പ് ഏതാ? 2. സ്റ്റെപ്പ് 2 ഏതൊക്കെയായിരുന്നു? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് 1 - 2. പിന്നെ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് 3 - 2. മെറ്റീരിയൽ യൂസേജ് അല്ലേ? യൂസേജ് വാരിയൻസ് ഏതാ? 1 - 3. യൂസേജിൻ്റെ കാരണങ്ങൾ രണ്ടാണ്. എന്താ? മിക്സ് വാരിയൻസും പിന്നെ ഏതാ? മെറ്റീരിയൽ മിക്സ് വാരിയൻസും മെറ്റീരിയൽ ഈൽഡ് വാരിയൻസും. മിക്സ് ഏതാ? 4 - 3 മറ്റേ 1 - 4. ഓക്കെ, പറയും 1 - 2 പറയും. 1 - 2 പറയുമ്പോൾ 49,000 - 52,985 എത്ര വരും? 3,985. അഡ്വേഴ്സ് ആണ് ഫേവറബിളാണ്. അഡ്വേഴ്സ്. അടുത്ത 3 - 2 ചെയ്യാൻ പോകുന്നത്. 3 എത്രയാണ്? 50,750 - 2 52,985 2,235. അഡ്വേഴ്സ് ആണ് ഫേവറബിളാണ്. അഡ്വേഴ്സ്. പിന്നെ യൂസേജ് 1 - 3 ആണ്. അഥവാ 49,000 - 50,750 1,750. ഏതാ? അഡ്വേഴ്സ്. പിന്നെ മിക്സ് വാരിയൻസ് 4 - 3 4 50,225 - 50,250 525. എന്താ? ഫുൾ അഡ്വേഴ്സ് ആണ്. 1 - 4 അപ്പോൾ 49,000 - 50,225 1,225 അഡ്വേഴ്സ്. ഒന്ന് റീകൺസിൽ ചെയ്ത് നോക്കി ശരിയാണോ? 525 പ്ലസ് 1,225 1,250 കിട്ടില്ലേ? 1,250 പ്ലസ് ഒക്കെ അഡ്വേഴ്സ് ആണ്. പ്ലസ് 2 പ്ലസ് 2,250. ഓക്കെ.